കന്യാകുമാരിയിലും സമീപ സ്ഥലങ്ങളിലും രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയിട്ടും തസ്മിത്ത് എന്ന 13-കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസമിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചതാണ് പെൺകുട്ടിക്ക് ആകെയുള്ള യാത്രാപരിചയം. അങ്ങനെയുള്ള പെൺകുട്ടി എങ്ങോട്ടാകും തനിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുക? പെൺകുട്ടിയെ കാണാതായത് മുതൽ ഇപ്പോൾ വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. കന്യാകുമാരിയിലും സമീപ സ്ഥലങ്ങളിലും രാവിലെ മുതൽ തെരച്ചിൽ. കഴക്കൂട്ടത്തെ വീട്ടിൽ ഇന്നലെ രാവിലെ സഹോദരിയുമായി തസ്മിത്ത് വഴക്കിട്ടിരുന്നു. ഇരുവരെയും വഴക്കു പറഞ്ഞെന്നും സഹോദരിയെയും കൂട്ടി ജോലിക്ക് പോയെന്നും മാതാവ് ഫർവിൻ പറയുന്നുണ്ട്. രാവിലെ 9:30യോടെയാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്. കഴക്കൂട്ടത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ അക്കാര്യം വ്യക്തവുമാണ്. പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ 9:45 സമയം. ബസ്സിൽ കയറി തസ്മിത്ത് തമ്പാനൂരിലെത്തുന്നത് ഏതാണ്ട് 11 മണിക്കായിരുന്നു. 12:15 ട്രെയിനിൽ ആയിരിക്കണം പെൺകുട്ടി യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. അവൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് മാതാവ് മകളെ കാണാനില്ലെന്നറിയുന്നത്. ഉച്ചഭക്ഷണത്തിനായി വീട്ടിലെത്തിയപ്പോൾ തസ്മിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മകളെ കാണാതെ മാതാവ് നെഞ്ചുനീറുമ്പോൾ തസ്മിത്തും ട്രെയിനിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ കണ്ടാണ് തസ്മിത്തിന്റെ അടുത്തിരുന്ന യാത്രക്കാരി ബബിത മൊബൈലിൽ ഫോട്ടോ എടുത്തത്. ബബിത നെയ്യാറ്റിൻകരയിൽ ഇറങ്ങുകയും ചെയ്തു. ഇതേ സമയത്താണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മകളെ കാണാനില്ല എന്ന പരാതിയുമായി മാതാവെത്തുന്നത്. പല വഴിക്ക് പോലീസിന്റെ അന്വേഷണം തുടങ്ങി. ബബിത പറഞ്ഞത് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 3:25 തസ്മിത്ത് കന്യാകുമാരിയിൽ എത്തേണ്ടതാണ്. അപ്പോഴേക്കും മാധ്യമങ്ങളിൽ തസ്മിത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു. പുലർച്ചെ 4 മണിക്ക് 24 വാർത്ത കണ്ടാണ് ബബിത താനെടുത്ത ഫോട്ടോ പോലീസിന് കൈമാറിയത്. അന്വേഷണത്തിലെ നിർണായക ഘട്ടം. ആ ഫോട്ടോ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞു. വിവരം കന്യാകുമാരി പോലീസിനും കൈമാറി. പിന്നാലെ കേരള പോലീസ് കന്യാകുമാരിയിലേക്ക്. 24 വാർത്താ സംഘവും ഒപ്പം. രാവിലെ 7 മണിയോടെ അന്വേഷണ സംഘം കന്യാകുമാരിയിൽ. പെൺകുട്ടിയെ രാവിലെ 5:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവറും പോലീസിനോട് പറഞ്ഞു. കന്യാകുമാരിയിൽ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കന്യാകുമാരിയിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തി. തിരച്ചിൽ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് വിവിധ ഭാഷകളിൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന നോട്ടീസ് പോലീസ് പുറത്തിറക്കിയത്. 4 മണിയോടെ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് നിർണായക CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസ് വീണ്ടും കന്യാകുമാരിയിലേക്ക്. ന്യൂസ് ഡെസ്ക് 24.